റാത്തല്ല എന്താ പറയുക കിണറിൻ്റെ കാര്യങ്ങളൊക്കെ ഫുള്ള് വൃത്തിയാക്കാൻ കേട്ടോ. കിണറാകെ മാർബിളിൻ്റെ പണി കഴിഞ്ഞപ്പോൾ തന്നെ കിണറാ വൃത്തിയായിരിക്കും. മാർബിളിൻ്റെ പണി ഇങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കട്ടോ. അതുപോലെ മാർബിൾ മറ്റേ കുറച്ച് ചില്ലറ പണികളുണ്ട്. വേണ്ടി ചാരുപടിൻ്റെ പണി കഴിഞ്ഞ് ഇതിൻ്റെ ടോപ്പിനൊരു ഇതിടാൻ വേണ്ടിയിട്ട് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഹെഡ് ഇടാണ്ട് ഒട്ടിച്ച് വെച്ചിന്. അപ്പോൾ ഒരു സൈറ്റിൽ നിന്ന് ഇതാ നേരെ ഇങ്ങോട്ട് വന്നാട്ടോ. ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ ഈ ഉന്തുവണ്ടി ഇവിടുന്ന് മാറ്റണം. ഇവിടുന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, പണിസാധനങ്ങൾ ഫുള്ള് ഈ ഒരു കൂടിൻ്റെ ഉള്ളിലേക്ക് മാറ്റണം. അപ്പോൾ എന്താണ് എഫർ ഭായ് അച്ഛാ നോമ്പിന് ചൂടത്ത് ചോദിച്ചാണ് അച്ഛാ എന്നില്ല ഞാൻ നോക്കേ. അപ്പോൾ ഈ ഭാഗത്ത് അത് തട്ടടിച്ചാണ്ട് എന്ത് ചെയ്യണം, പണിസാധനങ്ങൾ ഫുള്ള് ആണിക്കമ്പി ലിവർ അതൊക്കെ വെക്കാനുള്ള ഒരു തട്ട് 3-4 തട്ടാക്കിയിട്ട് എന്ത് ചെയ്യണം ഇവിടെ സെറ്റ് ചെയ്യണം. ഇത് ഈ വാഷ് ബേസിൻ മാത്രമേ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം ഇവിടെ സെറ്റാക്കണം. അതേപോലെ തന്നെ ബാക്കി സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ പിന്നെ ഇവിടെയും എന്ത് ചെയ്യണം ഇങ്ങനെ സെറ്റാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഇങ്ങനെ നന്നാക്കാൻ വേണ്ടിയിട്ട് വന്നാട്ടെ. ഈ കൂടുതൽ താഴത്തൊക്കെ ഇന്നലെ പഠിച്ചാണ് തേച്ചാണ് പോയിക്കുന്നത്. അപ്പോൾ ഇത് നന്നാക്കി സൈക്കിളിൽ ടൈല് വന്നിട്ടുണ്ട്. ബാക്കി പിന്നെ ഇവിടെ കുറേ കച്ചറ ടൈലുണ്ടായിട്ടാണ് എന്ത് ചെയ്യണം ഇത് ഫുള്ള് വൃത്തിയാക്കി ഇടണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് പെട്ടെന്ന് വന്നുകൊണ്ട് പണിസാധനം എടുത്തുകൊണ്ടാണെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഗ്രില്ല് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പണിസാധനങ്ങൾ ഈ ഇടാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് പുതിയ തട്ടുകട ഇൻഷാല്ലാ തുടങ്ങണം. പെരപ്പണി ചെയ്യട്ടെ പുതിയ തട്ടുകടയ്ക്ക് എന്നുള്ള വിഷയത്തിൽ കിടക്കുകയാണ് ഇൻഷാല്ലാ. ഓക്കെ.